ഇപ്പോൾ 40 രൂപ ഒരു ബിഗിനർ ആണെന്ന് വിചാരിക്കും, ഐ ടിയിലുള്ള ഒരു 40 രൂപയൊക്കെ കിട്ടുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അയാളുടെ ഈ 40 രൂപ ഒരു പെർസെൻറ്റേജ് കണക്ക് വരെ നമ്മൾ പറയില്ല. ഇപ്പം അയാളുടെ ലൈഫിൽ എന്തായാലും അയാളുടെ പൈസ സ്പെൻഡ് ചെയ്യേണ്ട കുറച്ച് അയാളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അത് കൂടാണ്ട് പുറമേ വരുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടാവും, ടേം ഇൻഷുറൻസ് ഉണ്ടാവും, ഇപ്പോൾ ചിലപ്പോൾ ക്യാൻസർ കെയർ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അയാളുടെ പൈസ മസ്റ്റായിട്ടും അയാൾ സ്പെൻഡ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങൾ, കുറച്ച് ഏരിയാസ് പറഞ്ഞ ഏതൊക്കെയാണ് പറയാം? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ബിഗിനിങ്ങിലാണെങ്കിൽ വേറെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഇപ്പം സാധാരണ ഉണ്ടാകാറില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ബിഗിനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പലപ്പോഴും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതവിടെയാണ്. അപ്പോൾ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടി ഒരു എമൗണ്ട് കിട്ടി, ഫസ്റ്റിൽ തന്നെ ഒരു തുക ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടിപ്പിക്കലി നിങ്ങൾ എത്ര പെർസെന്റ് ആണ് പറയുക? അതായത് ഒരാളുടെ സാലറിയുടെ അലോക്കേഷൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ അലോക്കേഷൻ ഒരിക്കലും അത് നമ്മൾ മിനിമം ആണ്. നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഓക്കെ സേ ഫോർ എക്സാമ്പിൾ റൂളായിട്ട് 10% എങ്കിലും സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40,000 കിട്ടും, 4,000 രൂപ സേവ് ചെയ്ത് വെച്ചു. ഓക്കെ 4, 4, 8 2 മാസം കൊണ്ട് 8,000 രൂപ ചെയ്തു എന്ന് വെച്ചു. അതുകൊണ്ട് എന്ത് ആകാനാന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. പണ്ടത്തെ ഒരു റൂളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. പണ്ടൊരു 1,000 റുപ്പീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കടയിലേക്ക് ചെന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മേടിക്കാനോ വേണം. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 5,000 ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് ഒരു പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന റിക്വയർമെൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുള്ളത് നമുക്കൊരു അനാലിസിസ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇത് നമുക്ക് എന്താണ് നമ്മുടെ റിക്വയർമെന്റ്, നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത്, നമ്മുടെ ഭാവി ആവശ്യങ്ങൾ എന്താണോ അത് നോക്കിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം. ഒരു പെർസെൻറ്റേജിലായിട്ട് അതിലേക്ക് ഒതുക്കേണ്ട ഒരു കാര്യം ആവശ്യം ഇതിനില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തായാലും ഇൻഷുറൻസുകൾ വേണ്ടി വരും. ഓക്കെ, ഒരു ടേം ഇൻഷുറൻസിനേക്കാളും കൂടുതലായിട്ട് ഇവർക്ക് മിക്കവാറും വേണ്ടി ഡിപ്പെൻഡൻസ് ഉണ്ടാവില്ല എന്നുള്ള ബേസിലാണ് ടേം ഇൻഷുറൻസ് വേണ്ടത്. നമ്മൾ ഡിപ്പെൻഡൻസ് ഒക്കെ വരുമ്പോഴാണ് ടേം ഇൻഷുറൻസ് അങ്ങനെയുള്ള ഇതിലേക്ക് വരുന്നത്. ദെൻ ഒബ്വിയസ്ലി ഇവർക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവണം, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതങ്ങനെയാണെങ്കിൽ അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അഡീഷണൽ എടുക്കണമെന്ന് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പറയുന്നില്ല. പക്ഷേ അത് ഗ്രോയിങ് ഫോർവേഡ് അതും വേണ്ടി വന്നേക്കാം. നമ്മൾ ജോബ് ക്വിറ്റ് ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്നൊക്കെ എന്തായാലും ഒരു ഹെൽത്ത് കവർ ആ സമയത്തേക്ക് എന്തായാലും വേണ്ടി വരും. അപ്പം പിന്നെ ഉള്ളതാണ് നമുക്കൊരു എമർജൻസി ഫണ്ട്. ഓക്കെ, ഇവരുടെ ഒരു ഇൻകം വന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻകം ഫ്ലോ ഉണ്ട്, കരിയറിൻ്റെ തുടക്കമാണ്. നമ്മൾ ചിലപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പം കരിയർ മറ്റൊരു തലത്തിലേക്ക് മാറ്റാനായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബ്രേക്കൊക്കെ വന്നേക്കാം ഇതിൻ്റെ ഇടയ്ക്ക്. അതല്ലാതെയും ചിലപ്പോൾ ബ്രേക്കുകൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ പീരീഡ് കവർ ചെയ്യാനുള്ള ഒരു എമർജൻസി ഫണ്ട് ഇവരുടെ അടുത്തുണ്ടാകണം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇൻകത്തിൻ്റെ ബേസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ EMIസോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകാം. അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കരിയർ ബ്രേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ആരും സേവ് ചെയ്ത് തരാം, അതിന് ബ്രേക്ക് ഉണ്ടാവില്ല. അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട കാര്യമാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മുടെ സിബിൽ അങ്ങനെയുള്ള പിന്നീട് തുടർന്നുള്ള ലോണുകൾ എടുക്കാനുള്ള നമുക്കുള്ള പോസിബിലിറ്റി എലിജിബിലിറ്റി എല്ലാം ബാധിക്കും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ ലിവിങ് എക്സ്പെൻസ് അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു തുക ഇവരുടെ അടുത്ത് എമർജൻസി ഫണ്ടായിട്ടുണ്ടാകും. ഐഡിയലി പറഞ്ഞിട്ടുണ്ട് 3 to 6 മന്തിനുള്ള ഒരു എമൗണ്ട് ഇവരുടെ അടുത്ത് 3 to 6 മന്ത്സിലേക്ക് ഒരാളുടെ ലിവിങ് എക്സ്പെൻസ് പ്ലസ് ലയബിലിറ്റി പേ ചെയ്യാനുള്ള EMIs പേ ചെയ്യാനുള്ള ഇത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചം പിടിക്കാനുണ്ടെങ്കിലാണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കത്തുള്ളൂ. അപ്പോൾ അവിടെ അതിന് വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. പക്ഷേ ലയബിലിറ്റി ആൻഡ് ലിവിങ് എക്സ്പെൻസിനുള്ള ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ്.